അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ സൈഡിൽ കാണുന്ന രഞ്ജീഷ് എന്ന് പറഞ്ഞ ഒരു 38 വയസ്സുള്ള ഒരാളുടെ ഒരു കോണ്ടന്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കണ്ടക്ടർ ആയിരുന്നു ബസ്സിലെ, പ്രൈവറ്റ് ബസ്സിലെ. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത് ജീവൻ അവസാനിപ്പിച്ചു. കാരണം എന്താണെന്നുള്ളത് മറ്റൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടി ജസ്റ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ആള് മാരീഡ് ആയിരുന്നു 2 വർഷത്തിനുള്ളിൽ കുട്ടി ഉണ്ടാവുന്നു. ആ സമയത്ത് തന്നെ ഭാര്യ ഇതുപോലെ ഖത്തറിലേക്ക് ജോലിക്കായിട്ട് പോകുന്നു. ജോലിക്ക് പോയതിനു ശേഷം അവർക്ക് അവിടെ വെച്ചൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ആവുന്നു. പിന്നെ അതിനുശേഷം ഒരു ന്യൂസായ മറ്റു കാര്യങ്ങൾ എനിക്ക് അത്ര വ്യക്തമല്ല. ഒരു ന്യൂസുകൾ മൊത്തം ഫോളോ ചെയ്തപ്പോൾ അത്ര വ്യക്തമല്ല. എന്നിരുന്നാൽ തന്നെയും ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഏറെക്കുറെ കുറച്ചധികം പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഈ രഞ്ജീഷിന്റെ ഫോണിലേക്ക് ഈ ഭാര്യയുടെ കാമുകനായിരുന്ന ആള്, അവരിപ്പോഴും മാരീഡ് അല്ല എന്നാണ് അറിഞ്ഞത്, കാമുകനായിരുന്ന ആള് അയച്ചു കൊടുക്കേണ്ടായത്. അതിനുശേഷം പുള്ളി ഒരുപാട് മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി, വളരെയധികം മോശം സിറ്റുവേഷനിലാണ് ആളുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് ഒക്കെ പോയത്. അതിനുശേഷം ഇപ്പൊ ഈ റീസെന്റ് ഈ വൈഫായിരുന്ന ആള് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് കുട്ടിയുടെ കസ്റ്റോഡിയൻ, പുള്ളിക്കാരി ഓഫ് കോഴ്സ് 18 വയസ്സ് ചെയ്യാത്ത കുട്ടിയാണ്, അപ്പോൾ കസ്റ്റോഡിയൻ അമ്മ തന്നെ ആയിരിക്കും. അങ്ങനെ കുട്ടിയെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. 8 വർഷത്തോളം അയാൾ പൊന്നുപോലെ നോക്കി വളർത്തിയ ആ ഒരു മകനെ നഷ്ടപ്പെട്ട വിഷമത്തിലും എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് വന്നപ്പോഴേക്കും അയാൾക്ക് താങ്ങാൻ പറ്റില്ല. അയാൾ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കേരളം മൊത്തം ഇപ്പൊ കണ്ണീരോടെയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നതും. ആ ന്യൂസുകൾ ആദ്യം സോഷ്യൽ മീഡിയയിൽ മാത്രം നിറഞ്ഞു നിന്നൊരു സാധനം ഇപ്പൊ ഓൾമോസ്റ്റ് പല ന്യൂസ് പേപ്പറുകളിലും, ഓൾമോസ്റ്റ് പല മെയിൻ സ്ട്രീം മീഡിയാസിന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഹാൻഡിലുകളിലെല്ലാം ഇതുപോലെ ന്യൂസുകൾ വരുന്നുണ്ട്. നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകനെ പിരിഞ്ഞു, പിന്നാലെ രഞ്ജീഷ് ജീവനൊടുക്കി, കണ്ണീരണിഞ്ഞ് സൈബർ ലോകം. അതായത് സത്യം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഈ ഒരു കോണ്ടന്റും ഇയാൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അഡ്വക്കേറ്റ്മാരും ഇതിന് പുറകെ ആയിട്ട് നടക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ഇതുപോലെ ഒരു കേസിന് പുറകെ കുറെ നടന്ന് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിംജിത ദീപക് ഇഷ്യൂന്റെ കേസിൽ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പഴയ യൂട്യൂബ് ചാനൽ പോയി. അപ്പൊ ഇത് പുതിയ ചാനലാണ്, ഇതിൽ ഇങ്ങനെ കോണ്ടന്റ്സ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ അന്നത്തെ പോലെ അത്രയും ഒരു എഫോർട്ട് എടുക്കാൻ പറ്റിയ ഒരു മെന്റൽ സ്റ്റേറ്റിലല്ല ഞാനും. കുറച്ചധികം പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ കാര്യങ്ങൾ തീർത്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആയിട്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ ഒതുങ്ങിയിരിക്കുന്നതാണ്. ഒരുപാട് ന്യൂസ് 18 കേരളയുടെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ആരോ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, പല പ്രൊഫൈലുകളിലും ഫോട്ടോ വരുന്നുണ്ട്. ഞാൻ ഫോട്ടോയുടെ ഫേസ് ബ്ലർ ചെയ്യുന്നുണ്ട്. കാര്യം അങ്ങനെ എടുത്ത് ഇടാൻ ശരിക്കും പാടില്ല. അതും നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള ഒരു ഗുണമാണ്, സ്ത്രീകൾക്കുള്ള ഒരു ആനുകൂല്യമാണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ത് അപരാധം ചെയ്തു വെച്ചാലും മുഖമൊക്കെ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. തിരിച്ച് നമ്മൾ ആണുങ്ങൾ നമുക്കും കൊടുക്കാം. നമ്മളെ എന്തെങ്കിലും കേസായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മൈൻഡ് ആക്കൂല. അതാണ് അവസ്ഥ. മരിച്ചിട്ടും പ്രതികാരവുമായി ഭാര്യ, ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഡയലോഗിലേക്ക് കിടക്കാം. അഡ്വക്കേറ്റ് റിനീഷ് എടത്തണ്ടൻ, അങ്ങനെയാണ് തോന്നുന്ന ആളുടെ പേര്. ഇഫ് ഐ എം റോങ് പ്ലീസ് എക്സ്ക്യൂസ് മീ. അപ്പോ പുള്ളി ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ട് പുള്ളി ആ ഒരു കേസ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആ കുടുംബത്തിന്റെ ഒപ്പം ചേർന്നിട്ടുണ്ട്. ആളുടെ ഒരു ഫസ്റ്റത്തെ വീഡിയോ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമസ്കാരം, അഡ്വക്കേറ്റ് റിനേഷ് എടത്താടനാണ്. ഞാൻ ഇപ്പോൾ ഇടുക്കി കുമളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ രഞ്ജീഷിനായി വരും, അവനായി സംസാരിക്കും, അവൻ്റെ നീതിക്കായി ഞാൻ അവരുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിച്ച് നിയമയുദ്ധം ആരംഭിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി അവൻ്റെ വീട്ടിലേക്ക് കുമളിയിലേക്കുള്ള യാത്രാമധ്യയിലാണ്. നമുക്കറിയാം, ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് വ്യൂ ചെയ്തതും. അതിനിടയിൽ വന്ന കമന്റുകൾ വായിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും ആ രഞ്ജീഷിന്റെ ജസ്റ്റിസിനായി, രഞ്ജീഷിന്റെ നീതിക്കായി പൊരുതണമെന്നും അവരുടെ എല്ലാം സപ്പോർട്ട് രഞ്ജീഷിന് വേണ്ടി ഉണ്ടെന്നും ഈ കമന്റിലൂടെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോരാടിയാൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്വന്തം ഭാര്യയുടെ ചതിയിൽ കുട്ടിയെ വേർപ്പെടുത്തിയുള്ള ദുഃഖഭാരത്തിൽ രഞ്ജീഷ് നമ്മളെ വിട്ടുപോയി. എൻ്റെ രഞ്ജീഷ് ഇപ്പൊ ആദ്യം എനിക്കറിയാത്ത ഒരാളാണ്. ഇപ്പോൾ സത്യം രഞ്ജീഷ് എന്ന് പറഞ്ഞ ആളെ നമുക്ക് ആർക്കും അറിയില്ല. ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നവരെ, ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തു വരുന്നത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വന്നേക്കാൻ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പലയിടത്തും നടക്കുന്നുണ്ടാവും, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ വൺസ് അത് നമ്മുടെ ഒരു വിസിബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, സൊസൈറ്റിയുടെ സിറ്റുവേഷൻ അനുസരിച്ച്, സോഷ്യൽ മീഡിയ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെല്ലാവരും ഏറ്റെടുക്കും. ഇപ്പോ രഞ്ജീഷിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഈ വക്കീൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, അത് സക്സസ് ആവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിന്റെ അകത്ത് ഭാര്യയുടെ ചതിയിൽ കൂടെ കുട്ടിയെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഭാര്യ ഓൾറെഡി ചതിച്ച് കുട്ടീനെ നിയമപരമായിട്ട് അവര് എടുത്തു.
ആ നിയമത്തിന്റെ ചില പ്രശ്നങ്ങളാണ് നമ്മുടെ നിയമത്തിലുള്ള. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ അവസാനത്തോടുകൂടി ഇതെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. കാര്യം എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് ഈ ഒരു കേസിൽ. ഇതുപോലെ ഒരുപാട് കേസുകൾ നമ്മൾ നമ്മുടെ വക്കീലന്മാരായിട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ഡീൽ ചെയ്ത് പോയതിന്റെ ഒരു എക്സ്പീരിയൻസിൽ, പിന്നെ അതല്ലാതെ വീഡിയോ ഇടാതെ, അത് ഇൻസ്റ്റാഗ്രാമിലും മറ്റൊന്നും വീഡിയോ ഇടാതെ തന്നെ പല കേസുകളിലും പേഴ്സണലി എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടുള്ള ഒരു ഉപദേശവും സപ്പോർട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു വേർഷൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അത്ര എക്സ്പീരിയൻസ് ഒന്നല്ല എന്നാലും ഒരുപാട് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് അറിവ് കിട്ടുമല്ലോ ഒരു കാര്യത്തെക്കുറിച്ച്. അങ്ങനെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം പെർസ്പെക്റ്റീവിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ എത്ര പേര് വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ബിക്കോസ് ഇതുപോലത്തെ സീരിയസ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒക്കെ പല സബ്ജക്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്, സംസാരിച്ച് പോകേണ്ടതാണ്. ഇനി ഇതിന് ശേഷം ഈ വക്കീല് ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ അച്ഛനും അമ്മയുടെ അടുത്തുനിന്നും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മാത്രം സ്കിപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഈ ഒരു കേസിനെ കുറിച്ച്. നമസ്കാരം. ഇപ്പൊ നമ്മൾ രഞ്ജീഷിന്റെ വീട്ടിലാണ്. രഞ്ജീഷിന്റെ അച്ഛനുണ്ട് ഇവിടെ, രഞ്ജീഷിന്റെ അമ്മയുണ്ട്, രഞ്ജീഷിന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലെന്താ സംഭവിച്ചെന്നുള്ളത് രഞ്ജീഷിന്റെ അച്ഛനൊന്ന് പറയും. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രഞ്ജീഷിന് വേണ്ടിയിട്ട് നിയമയുദ്ധം തുടങ്ങുക, നിയമത്തിന്റെ വഴിയിൽ നീങ്ങിയിട്ട് രഞ്ജീഷിന് വേണ്ടി എന്തെങ്കിലും ഒരു നീതി വലിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. രഞ്ജീഷ് നമ്മൾ വിട്ടുപോയി. ഇപ്പൊ രഞ്ജീഷിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തിലൂടെ ആ കുറ്റകൃത്യം ചെയ്ത ആൾ, ആ വ്യക്തി, അതായത് ഭാര്യ, സ്വന്തം ഭാര്യനെ അതിന്റെ നിയമ നടപടികളിലൂടെ നടത്തി അതിനുള്ള തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ അച്ഛൻ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ തുടക്കം, എവിടെയാണ് ഇതിന്റെ? അപ്പം എന്താ ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തുടക്കമാണ്. ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ പോയി. ഖത്തറിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് വരുന്ന വഴിയാണ് അവിടെ ആരുമായിട്ടും ഒരു ബന്ധത്തിലായി. ഏത് ഖത്തറിൽ? ഖത്തറിൽ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലായത്? പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഫോണിലൂടെ അയച്ചു. ഏത് ഈ ആ വ്യക്തി അങ്ങനെയാ സംഭവം അറിയുന്നത്. ഓ, അതായത് ഈ എന്താ പറയാ, ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇങ്ങോട്ട് നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തിനെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിനെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ട്? അപ്പൊ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് കണ്ടാൽ ഏത് ഭർത്താവിന്റെ വിഷമം ഉണ്ടായിട്ടോ? അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. കാരണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്, ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവളുടെ അമ്മയാണ് നമ്മുടെ മകനെ ഇത് ഈ ലെവലിലേക്ക് വെക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് അതിന്റെ നിയമ നടപടികളിൽ പോകണം വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് വേണ്ടി നീതി കിട്ടാൻ ഇതുള്ളൂ രക്ഷ. ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ ഇവിടെ തള്ള വന്നുകൊണ്ട് തിരിച്ചുകൊണ്ട് 15 വരെ ഇവിടെ വന്നിട്ട് എത്ര ക്ലാസ്സിലെ പഠിക്കണം? 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലെ? കുട്ടീനെ കാണിക്കാനുള്ള വിഷമവും പിന്നെ ഈ മെയിൻ്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചാൽ ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തിരുന്ന മരിച്ചതിന്റെ മത്സരമാണ് വന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്, അതൊരു കേസ് എടുക്കും നോർമലി. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എന്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവരും കാരണം. ഞാൻ ആക്ച്വലി ഇത് ഫുള്ള് വെക്കുന്നില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ തുടക്കം പോലെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഈ ലേഡിയും ഈ പറഞ്ഞ കാമുകൻ എന്ന് പറഞ്ഞ ആൾ തമ്മിൽ നേരത്തെ റിലേഷൻഷിപ്പ് പോലെ നേരത്തെ കോണ്ടാക്ട് ഉണ്ടായിരുന്നോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ. ഒരു ഇൻറ്റ്യൂഷൻ ആയിട്ട് മാത്രം ഞാൻ വെക്കുന്നുള്ളൂ തൽക്കാലം ഇവിടെ. പിന്നെ ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. യൂറോപ്പ് അല്ലെങ്കിൽ ഗൾഫ് GCCയിലൊക്കെ ഇങ്ങനെ എല്ലാ സ്ത്രീകളെ അല്ലാട്ടം പറഞ്ഞേ, ഇതുപോലത്തെ വളരെ ചുരുക്കം ആൾക്കാർ ഇങ്ങനെ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വളരെ ചുരുക്കം. ആ ആൾക്കാരാണ് മൊത്തം മലയാളി കേരള കമ്മ്യൂണിറ്റിക്ക് തന്നെ അബ്രോഡ് വന്നിട്ട് മോശപ്പേര് ചീത്തപ്പേര് ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡി അവിടെ പോകുന്നു, ഫ്രീഡം എല്ലാം ആയി. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒന്നില്ലെങ്കിൽ നേരത്തെ ഉള്ളതായിരിക്കാം, അത് കണ്ടിന്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോഴേക്കും ഇതുപോലെ കഴപ്പൂത്ത ഏതോ ഒരു തന്തയില്ലാത്തവൻ വന്നിട്ട് അങ്ങോട്ട് ഒന്ന് ഒട്ടിപ്പ് വിളി കയറി വളഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം ബേസിക്കലി. പിന്നെ അത് കയറി റിലേഷനായി. അതായത് കളിയും ഞാൻ പറയുന്നില്ല, അത് മൂത്ത് അങ്ങനെ ഇന്റിമസി കൂടി ഒട്ടിപ്പോകൂല. അങ്ങനെ ആയതാണ് സംഭവം എന്നാണ് തോന്നണത്. എന്നിട്ട് ഏറ്റവും വലിയ തന്തയില്ലാത്ത അത് ചെയ്തത് കാമുകൻ എന്ന് പറഞ്ഞ കാമുകനല്ലടാ, കാമപ്രാന്തൻ, കാമവെറിയൻ അങ്ങനെയൊക്കെ പറയാതില്ല. വെറും തന്തയില്ലാത്തവൻ. അവൻ എന്ത് ചെയ്ത് ഈ പറഞ്ഞ രജീഷ് എന്ന് പറഞ്ഞ ആളുടെ ഫോണിലേക്ക് ഇവരെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ 1 ടൈം ആയിട്ട് അയച്ചു കൊടുത്തു. അത് കാണുന്ന ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ചങ്ക് പൊട്ടിപ്പോവും. സീരിയസ്ലി അത് നമുക്കിത് കേൾക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ തകർന്നു. അയാള് തകർന്ന് തരിപ്പടായിട്ടുണ്ടാകും. കാര്യം ഭാര്യ ചതിച്ചു വേറെ ചെന്നപ്പോ പോയി എന്നുള്ളത് പോലും ഓക്കെ. എന്ത് കോപ്പ്
ഞാൻ കൂടുതലും തെറിവിളിയൊക്കെ വീഡിയോയിൽ ഒഴിവാക്കി എന്നല്ലാതെ ഈ കേസിലൊക്കെ പറഞ്ഞു പോകും. എന്തിനാണ് ഈ ആ പാവം പിടിച്ച മനുഷ്യന് അയച്ചു കൊടുത്തത്? ചിലപ്പോ വിശ്വസിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം ഇത് പറഞ്ഞപ്പോ. തെളിവിന് വേണ്ടി അയച്ചു കൊടുത്തായിരിക്കും അല്ലേ? നായേ, നരകനായ. ഇതിനെയൊക്കെ എടാ നീ ഇത്രയൊക്കെ ചെയ്ത് ആ പെണ്ണിനെ നീ ഉണ്ടാക്കി കിട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ നായേ? ഒരു കൊച്ചുണ്ട്. ഇനി സെക്കൻഡ് തിങ്, ഈ അമ്മയുടെ ഒരു കേസ് പറഞ്ഞത്, ഏത് ഈ പെൺകുട്ടിയുടെ അമ്മ സപ്പോർട്ടാണ്. പല കേസുകളും ഇവിടെ എടുത്ത് നോക്കുമ്പോഴേക്കും ഈ അമ്മമാര് പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇപ്പൊ ഈ പറഞ്ഞ മരിച്ചുപോയ ആളെ കുറിച്ച് എന്തൊക്കെ പെൺകുട്ടി ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നല്ല അപരാധങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അപരാധം പറഞ്ഞ അമ്മമാരെ കയ്യിലാക്കണ കുറെ വൃത്തികെട്ട സ്ത്രീകളുണ്ട്. എനിക്കതറിയാം, പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാ. മക്കൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, മറ്റുള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ട വീട്ടിലെ ചെക്കനെ കുറിച്ചോ ആളെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങോട്ട് തൊണ്ടോടാതെ വിശ്വസിക്കുന്ന ചില വൃത്തികെട്ട അമ്മമാരുണ്ട് ഈ ലോകത്ത്. അങ്ങനെ ഏതെങ്കിലും ഒരു അമ്മേനെ കുറിച്ചായിരിക്കും ഈ പയ്യന്റെ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നത്. കഷ്ടം തന്നെ. ഞാൻ ഈ റീസെന്റ് ഒരു കേസ് ഉണ്ടായപ്പോ ആ കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ മക്കളെ വിശ്വസിച്ചോ, അമിതമായി വിശ്വസിക്കരുത്. ആ വാക്ക് ഇപ്പോഴും ഞാൻ തിരിച്ചെടുത്തിട്ടില്ല. കാര്യം അവർക്ക് അതിനുള്ള പണി കിട്ടിയിരിക്കും 100%. അത് ആരാ എന്താന്നൊക്കെ എന്റെ ഈ വീഡിയോ കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഐ മീൻ ഈ പറഞ്ഞ ആൾക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ, അവർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ഇത് ഓവർ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നല്ല. കർമ്മ എന്ന് പറഞ്ഞ സാധനം എല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേക്കും പണി കിട്ടൂടെ? എല്ലാത്തിനും കിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് ഈ അമ്മമാരുടെ അടുത്താ പറയുന്നത്, പെൺമക്കള് കെട്ടിച്ചുവിട്ട വീട്ടിലെ മക്കള് പറയുന്നത് അങ്ങനെ തൊണ്ടോടാതെ വിശ്വസിക്കാണ്ട് നിങ്ങളായിട്ടൊന്ന് പോയി അന്വേഷിക്കുക. കാര്യം ഈ പെൺമക്കളുടെ കരച്ചിലും മറ്റു കാര്യങ്ങളും കുറച്ചൊരു പാമ്പറിങ്ങിലും വീണ് പോകുന്നതാണ് ഈ അമ്മമാരുടെ ഒരു മെയിൻ പ്രശ്നം. അത് വേണ്ട, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്വയമേ ഒന്ന് അന്വേഷിക്കുക, രണ്ട് പാർട്ടിയുടെ അടുത്ത് സംസാരിക്കുക എപ്പോഴും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ കുട്ടി നഷ്ടപ്പെട്ട കേസ് ലീഗലി നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ കസ്റ്റഡിയിലേക്കാണ്. കുട്ടീനെ കൂടുതൽ 18 വയസ്സായിട്ടില്ല. അപ്പൊ അതിൽ ലീഗൽ സൈഡ് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ ഇൻസ്റ്റയിൽ ഇന്ന് വീഡിയോ ഇട്ടില്ല ചൂണ്ടിക്കാണിച്ചത് അത് തന്നെയാണ്. ഇങ്ങനെ കുട്ടികളെ, അതായത് ഡിവോഴ്സ്ഡ് ആവുന്ന സമയത്ത് കുട്ടികളെ ആരെ കസ്റ്റഡിയിൽ വെക്കണം എന്നുള്ളത് ഓക്കെ ഫൈൻ, അത് ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം കോടതി, നമ്മുടെ നിയമ സംവിധാനങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക കൃത്യമായിട്ട്. ഈ രണ്ട് പാരന്റ്സിന്റെ ഇതിൽ എന്തുകൊണ്ട് ഇവർ പിരിഞ്ഞു, ആരുടെ ഭാഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്താന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി ആ കുട്ടിയുടെ സേഫ്റ്റി എന്നുള്ള സാധനം കൺസിഡർ ചെയ്ത്, ആ കുട്ടിയുടെ മെന്റൽ സ്റ്റേറ്റ് എന്നുള്ള കൺസിഡർ ചെയ്തിട്ട് വേണം അച്ഛനമ്മമാരുടെ ഒപ്പം, അച്ഛന്റെ ഒപ്പമാണോ അമ്മയുടെ ഒപ്പമാണോ പറഞ്ഞു വിടേണ്ടത് തീരുമാനിക്കാൻ. ഇവരെ രണ്ടുപേരുടെ ഒപ്പം വിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തേ പറ്റൂ കോടതിയിൽ. അല്ലാതെ ഒരിക്കലും ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവിതം വെച്ചിട്ട് ഈ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം അമ്മയുടെ അവിഹിതം കാരണം അമ്മ അവനെ തട്ടിയെടുക്കുകയും ചെയ്ത്, അവരുടെ കയ്യിലിരിപ്പ് കാരണം അച്ഛൻ മരിച്ചു, അച്ഛൻ ആത്മഹത്യ ചെയ്തു. ആ കുട്ടി ഇത് മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്നത്തെ കുട്ടികളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ കണ്ട് കണ്ട് വളരുന്ന കാർക്കിച്ച് തുപ്പും ഇവളുടെയൊക്കെ മൂത്ത മകൻ ഉറപ്പായിട്ടും. പിന്നെ ആ മകനെ സ്വന്തമാക്കിയിട്ട് രണ്ടാനച്ഛൻ എന്ന് പറയുന്നത്, രണ്ടാനച്ഛനെ കഴപ്പൂത്തൊരു പെണ്ണിനെ മറ്റേ ഉണ്ടാക്കിയിട്ട് അവളുടെ കെട്ടിയവനെ കൊന്നിട്ട്, അത് അറിഞ്ഞിട്ട്, ഏത് കല്യാണം കഴിച്ച് കുട്ടികളത് അറിഞ്ഞിട്ട് അവന്റെ കഴപ്പൂത്താൻ ചെന്നുണ്ടെങ്കിൽ അവരെന്ത് എന്ത് എന്ത് നാണം കെട്ടവനാ. എടാ പോടാ, വല്ല പാലാരിവട്ട സിഗ്നലിന്റെ അടിയിൽ സാരി ഉടുത്ത് പോയി നിൽക്കുന്നത്, നിന്നൊക്കെ അതിനൊക്കെ കൊള്ളുള്ളൂ. എവിടെയെങ്കിലും ഇരുന്ന് ഇവനൊക്കെ ഈ വീഡിയോ കാണണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ പറഞ്ഞേ കാണണ്ടിങ്ങി. ഇതെനിക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയണം, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. അല്ല, എന്ത് സേഫ്റ്റിയുടെ പുറത്താണ് ഈ കുട്ടീനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ഈ ഒരു ലേഡിക്ക് ഇങ്ങനത്തെ ഒരു ബന്ധമുണ്ട്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പുറത്തു വരുന്നു, അതിന്റെ മനം തോന്നുന്നു അച്ഛൻ മരിക്കുന്നു, പിന്നെ എന്ത് സേഫ്റ്റി ആ കുട്ടിക്ക് അവിടെ ഉള്ളത്? നാളെ ഇവരുടെ ഇടയിൽ, ഇവരുടെ കള്ളവെടിയുടെ ഇടയിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഈ ആദ്യത്തെ കുട്ടിയുടെ അവസ്ഥ എന്താവും? ഈ പെണ്ണൊക്കെ അനുഭവിക്കാൻ കിടക്കണുള്ളൂ. ഇപ്പോഴത്തെ ഈ ഒരു ഹണിമൂൺ പീരീഡിലെ സുഖത്തിൽ കിടന്ന് പ്രേമിച്ച് അങ്ങോട്ട് നിൽക്കുന്നതാ. എന്ന് പറയാനുള്ള എന്റെ വായിൽ എന്തൊക്കെയോ വന്നു പോവാ. കാരണം സത്യം പറയാലും വന്ന് 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 കല്യാണം കഴിക്കാൻ തന്നെ പേടിയായിരുന്നു. ഞാൻ ചുമ്മാ ഫ്ലേർട്ട് ചെയ്ത് നടക്കാതെ നല്ലത്. അല്ല, ബാക്കി ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ല ഒരുമാതിരി ഞാൻ കണ്ടിട്ടുണ്ട് മെന്റലാക്കി കളയണ ഐറ്റങ്ങളാ. അതിന്റെ പുറകെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു പോയിട്ട് ഞാൻ തന്നെ ഷോക്കായി പോയി. കാര്യം ഇത്രയധികം കേസുകൾ ഇതിന്റെ പുറകിലുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും ഒരു നമ്മൾ നോക്കിയാകുമ്പോഴേക്കും ലീഗലി മൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഫയലൊക്കെ. നോക്കട്ടെ, ഭാഗ്യം ഉണ്ടെങ്കിൽ. ഒന്നും ഉറപ്പില്ല. കാര്യം എന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് തണുത്തി പോട്ട് എന്നുള്ള മൈൻഡ് വേണ്ടി അത് വിട്ട് കളയും. വേറെ ഏതെങ്കിലും ഒരുത്തൻ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടവർ, അല്ലെങ്കിൽ ആരെങ്കിലും ഭ്രാന്ത് കയറി അങ്ങോട്ടും വെട്ടിക്കൊല്ലുക ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കേസ് എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. അങ്ങനെ എത്തല്ലേന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഭാവി അധോഗതി കൺഫേം എഴുതി വെച്ച് ഞാനത്. ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുക്കനാണ്. അതിന്റെയൊക്കെ ജീവിതം മൂഞ്ചി. കാര്യം അതുപോലെ ജീവിക്കുന്ന ഒരു തള്ളയാണ് അതിന്റെ കൂടെ ഉള്ളത്.
ആൾക്കാരെ പറ്റിച്ചും ഒരു ഇങ്ങനെ ഇതാക്കിയും ഒക്കെ ജീവിക്കുന്ന ഒരു ലേഡി. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് അറിഞ്ഞു വരുമ്പോണ്ടല്ലോ, ലിറ്ററലി പറഞ്ഞാൽ നമ്മളൊക്കെ ഷോക്കാണ്. നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള, നമ്മൾ അറിയാവുന്ന പലരും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോണ്ടല്ലോ, മോനെ എനിക്ക് അറിയാവുന്ന പലരും പെട്ടുപോയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരും പരിചയപ്പെട്ടു വന്നപ്പോ. എനിവേ ലീവ് ഇറ്റ്. അപ്പൊ ഇതാണ് സ്ത്രീകൾക്കുള്ള ചില പ്രിവിലേജസ് വേണം, സംരക്ഷണം വേണം, എല്ലാം വേണം. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ലേഡി എന്നിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് വേണമെങ്കിൽ പോലീസുകാർ കേസ് എടുത്തേ പറ്റുള്ളൂ. ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ രണ്ട് പാർട്ടീസിനെയും പോലീസുകാർ നിർബന്ധമായിട്ട് വിളിച്ചിരുത്തി സംസാരിക്കും. ഒരു മറ്റേ ജീവൻ പോകുന്ന ഒരു കേസ് അല്ലാത്ത പക്ഷം പോലീസുകാർ വിളിച്ചിരുത്തി സംസാരിക്കും. അതൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ്. പണ്ട് അങ്ങനെയല്ല, കിട്ടിയ അപ്പൊ തന്നെ എടുത്ത് തൂക്കിയിടും, അല്ലെങ്കിൽ ഇടിച്ച് സമ്മതിപ്പിക്കും. അപ്പൊ അതിനൊക്കെ കുറച്ച് മാന്യതയും മര്യാദയൊക്കെ വന്നിട്ടുണ്ട് പോലീസുകാർക്ക്. ഗ്രേറ്റ്, ഇറ്റ്സ് ഗ്രേറ്റ് ആക്ച്വലി. പിന്നെ ഈ ഡിവോഴ്സിന്റെ കേസിലുള്ള ഈ ഒരു നിയമം അത് മാറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കുമ്പോഴും സങ്കടമുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിലായിരുന്നു ആ കുട്ടി എന്നുണ്ടെങ്കിൽ, അതായത് ബയോളജിക്കൽ ഫാദറിന്റെ കയ്യിലായിരുന്നു. അതിനുശേഷം ഒരുപാട് അച്ഛന്മാരുണ്ടായിട്ടുണ്ട് കേട്ടോ ആ കുട്ടിക്ക്. അത് വേറെ കാര്യം. ബയോളജിക്കൽ ഫാദറിന്റെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ലൈഫ് മോനുണ്ടായേനെ. ഇത് എനിക്കറിയില്ല, കുറെ കുട്ടികൾ ഈ ഒരു അവസ്ഥയെ കൂടി പൊക്കൊന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ, നിയമത്തിൽ കുറെ മാറ്റങ്ങൾ വന്നാൽ ഇതിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ആവുള്ളൂ. എന്തായാലും ഈ രഞ്ജീഷ് എന്ന് പറഞ്ഞ ആളുടെ നീതിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ കൂടിയാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നുണ്ട്, ജനങ്ങളിലേക്ക് ഇത് വീണ്ടും വീണ്ടും എത്തിക്കുന്നുണ്ട്, ഇതിന്റെ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ എത്തിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പേഴ്സണലി പലരും മെസ്സേജ് അയച്ച് പലതും പറയുന്നുണ്ട്. പക്ഷെ ഹിയർസേസ് ആയതുകൊണ്ട് അത് ഒരുപാടൊന്നും അങ്ങോട്ട് പുറത്ത് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണൊന്നും ആരും അങ്ങ് വിട്ടു പറയാതെ എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ അടുത്തും കുറെ കാര്യങ്ങൾ എത്തുന്നുണ്ട്, എന്റെ അടുത്ത് എത്തുന്നുണ്ട് പേഴ്സണലി. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. മരണത്തോടുകൂടി ഒരാൾക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ മാറണമെന്നാണ് ഞാൻ പറയുന്നത്. നിയമപരമായിട്ടുള്ള നീതിയാണ് ഇവിടെ വേണ്ടത്.